ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ എഗെയിൻസ്റ്റ് അവിടെ ഗെയിം കളിക്കുന്ന കുറച്ച് പേരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജിൻഡോയാണ്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക്, പിന്നെ നമ്മുടെ മൂന്നെന്ന് പറയുന്നത് മുടിയൻ, 4 അൻസിബ. ബാക്കിയുള്ളവരൊക്കെ ഒരു ജാസ്മിനെതിരെ കളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പേടി കൊണ്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ടോ ഒക്കെ അങ്ങനെ അങ്ങ് പോവാണ്. ഇല്ലെങ്കിൽ ജാസ്മിനെ തൊടണ്ട, അതങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ. അതേ സമയത്ത് ഈ സീസൺ എടുത്ത് നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പൊ ഇതുവരെ നോക്കിയാൽ 75 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സമയം വരെ നമ്മൾ നോക്കിയാൽ ജാസ്മിനെതിരെ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ അൻസിബയാണ്. അതുപോലെ ഗബ്രിക്കെതിരെയും തുടക്കം തൊട്ട് ഗബ്രി പോകുന്നത് വരെ അൻസിബ കളിച്ചിട്ടുണ്ട്. പോയപ്പോൾ ഗബ്രിയെ ഹഗ് ചെയ്ത് കൈ കൊടുത്താണ് വിട്ടത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഗെയിമിന്റെ കാര്യത്തിൽ, നിലപാടിന്റെ കാര്യത്തിൽ അൻസിബ വെള്ളം ചേർത്തിട്ടില്ല. ജാസ്മിന്റെ അൻസിബയുടെയും ഗെയിം എന്താണെന്ന് അറിയാമോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറെ മെറ്റൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ജാസ്മിനും അൻസിബയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യുമെന്നറിയോ? കൈ കൊണ്ട് കുറെ മെറ്റൽ ഇങ്ങ് കോരിയെടുക്കും. ഒന്നിച്ചൊരു 8-10 കല്ലുകൾ ഒന്നിച്ചിങ്ങനെ വാരിയെടുത്തിട്ട് തന്റെ എതിരാളിയുടെ നേരെ ഒറ്റ എയറാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്രയും കല്ലുകൾ ഒന്നിച്ചെറിയുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും കൊള്ളാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒന്നി കൂടുതൽ കൊള്ളാം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഇതിനെ തടയാൻ കുറച്ച് പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കല്ലുകൾ വരെയാണ് ഒന്നിച്ച്, ഒരെണ്ണം അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ജാസ്മിൻ. ഇനി അൻസിബയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അൻസിബ അവിടുന്ന് ഒറ്റ കല്ലേ കയ്യിലെടുക്കുള്ളൂ. ഈ ഒരു കല്ല് തന്റെ എതിരാളിയെ കൃത്യമായിട്ട് എയിം ചെയ്തിട്ട് ഒരൊറ്റ എയറാണ്. ആ ഒരൊറ്റ എറി കറക്റ്റ് എതിരാളിയുടെ എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ തന്നെ കൊള്ളും. അതാണ് അൻസിബയുടെ ഗെയിം. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ജാസ്മിന് ഉറപ്പില്ല താൻ എറിയുന്ന ഒരു കല്ലാണ് എറിയുന്നതെങ്കിൽ അത് കൊള്ളുമെന്ന് ഉറപ്പില്ല. കാരണം കൃത്യമായിട്ട് എയിം ചെയ്ത് എറിയാനായിട്ട് ജാസ്മിൻ അറിയില്ല. അതിന് ജാസ്മിൻ കണ്ടുപിടിച്ച തന്ത്രമാണ് കുറെ കല്ലുകൾ ഒന്നിച്ചെറിയുക. ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ തുരുതുരാ ഡയലോഗ് അടിക്കും. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കും. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ഒച്ചത്തിലായിരിക്കും ഇത് പറയുന്നത്. അതാണ് ജാസ്മിൻ. അൻസിബ അങ്ങനെയല്ല, പറയേണ്ട പോയിന്റ് മാത്രമേ പറയുള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് എയിം ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെ എതിരാളിയുടെ ചങ്കി തന്നെ കൊള്ളും. ആ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് നൈസിനെ അവിടെ നിന്ന് പോകും. അപ്പൊ ഈ ഒരു വ്യത്യാസം ജാസ്മിനും അൻസിബയും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് അൻസിബയുടെ അടുത്ത് വല്ലാതെ മുട്ടാൻ ജാസ്മിൻ പോകാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപൂർവമായിട്ട് മാത്രമേ ജാസ്മിൻ അൻസിബയുടെ അടുത്ത് മുട്ടാൻ പോയിട്ടുള്ളൂ. വേറെ ആരാണെങ്കിലും ജാസ്മിന് ഭയങ്കര ഉത്സാഹമാണ്. അൻസിബ എത്രയേ ഉള്ളൂ, അൻസിബ പറയാനുള്ളത് പറഞ്ഞിട്ട് ചെവിയും പൊത്തി ഒരു പോക്ക. ഇവിടെ അൻസിബ എങ്ങനെയാണ് ജാസ്മിന്റെ ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന അറ്റാക്കിനെ പ്രതിരോധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മെറ്റൽ അവിടെ ചുമ്മാ വരില്ലല്ലോ, അതൊരു ടിപ്പർ ലോറിയാണ് കൊണ്ട് തട്ടിയത്. ഇത് തട്ടിയിട്ട് ആ ലോറി അവിടെ തന്നെ കിടക്കുകയാണ്, പോയിട്ടില്ല. അപ്പൊ ആദ്യം അൻസിബ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് നേരെ ജാസ്മിൻ എറിയും. എറിഞ്ഞിട്ട് ഓടി ആ ടിപ്പറിന്റെ പുറകിൽ അങ്ങ് നിൽക്കും. കാരണം ജാസ്മിൻ ഒരു കല്ലല്ല എറിയുന്നത്, തുരുതുരാ എറിയും. അപ്പൊ അതുകൊണ്ട് ബോഡി സുരക്ഷിതമാക്കണം, തടയാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് നൈസിനെ പോയി ടിപ്പറിന്റെ പുറകിൽ അങ്ങ് മറഞ്ഞു നിൽക്കും. അതുകൊണ്ട് കല്ലൊന്നും അങ്ങ് കൊള്ളില്ല. അതാണ് അവിടെ അൻസിബയുടെ ഗെയിം. സിമ്പിളായി പറഞ്ഞാൽ അൻസിബ എന്ത് ചെയ്യും? പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ചെവിയും പൊത്തി ഒരു പോയി ഇരിപ്പാണ്, നീ എന്തോ പറ എന്നും പറഞ്ഞ് ചെവിയും പൊത്തി ഒരു ഇരിപ്പങ്ങിരിക്കും. ജാസ്മിൻ പിന്നെ അവിടെ കിടന്ന് അലച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല, ഉള്ള എനർജി വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. ഇതാണ് അൻസിബയും ജാസ്മിനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിനെ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന, ഏറ്റവും ശക്തമായി എതിർക്കുന്ന, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു തരി പോലും ഭയക്കാതെ എതിർക്കുന്ന ഒരാൾ അൻസിബയാണ്. ബിഗ് ബോസ് വീടിനകത്ത് പലർക്കും ജാസ്മിനെ പേടിയാണ്. കാരണം ജാസ്മിൻ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത് കൊണ്ടാണ്, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അൻസിബ ജാസ്മിനെ ഭയക്കുന്നത്? ഒരു തരി പോലും ഭയന്നിട്ടില്ല. നോറയെ ഭയക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് തലങ്ങും വിലങ്ങും അൻസിബ അടിച്ചല്ലോ, ഒരു ഇഞ്ച്. അയ്യോ ബിഗ് ബോസേ, എന്നെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞു, എനിക്ക് ക്വിറ്റ് ചെയ്യണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കരയുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. അൻസിബ അതിനെ ഓവർകം ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പക്ഷേ സമൂഹത്തിലെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് അൻസിബ. എന്തുകൊണ്ടെന്നറിയോ? അൻസിബയുടെ ഉമ്മ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 10-15 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു പെൺകുട്ടിയാണ്. ഒറ്റയ്ക്ക് ചുമലിലേറ്റുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ അവർ ആർജിച്ചെടുത്തൊരു കരുത്തുണ്ട്, ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ അൻസിബയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന്റെ അടുത്തുനിന്ന് അത്രയേറെ വിമർശനങ്ങൾ കേട്ടിട്ടും ഒരു ഇഞ്ച് പോലും തകർന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മണിക്കുട്ടൻ തകർന്നുപോയി. ലാലേട്ടന് പ്രിയപ്പെട്ട ആളാണ് മണിക്കുട്ടൻ. അപ്പോൾ മണിക്കുട്ടനും ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലാലേട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടപ്പോൾ മണിക്കുട്ടൻ തകർന്നു പോയില്ലേ, ക്വിറ്റ് ചെയ്തില്ലേ? പിന്നീട് അദ്ദേഹം മടങ്ങി വന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ അൻസിബയ്ക്ക് ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൻസിബ അതിനെ ഓവർകം ചെയ്തു. അത് അൻസിബയുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. അൻസിബ ജാസ്മിന്റെ മുന്നിൽ ഒരല്പം പോലും പതറിയിട്ടില്ല. ജാസ്മിന്റെ മുന്നിലെന്നല്ല, ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ മുന്നിലും അൻസിബ ഒരല്പം പോലും പതറിയിട്ടില്ലെന്ന് മാത്രമല്ല,
അവരോട് ആരോടും ഒരു ഭയവുമില്ല, ഔട്ടാകുമെന്നുള്ള പേടിയില്ല, അവിടെ നിൽക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമില്ല, കപ്പും കൊണ്ടേ പോകുന്ന വാശിയില്ല. പക്ഷെ ഒരു വാശി അനുഭവിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഇവിടെ നിൽക്കുള്ളൂ. ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും പണയം വെച്ച് ആരുടെയും മുന്നിൽ അടിയറവ് പറഞ്ഞ് ആരുടെയും മുന്നിൽ തല കുനിഞ്ഞ് സോപ്പിട്ട് ഇവിടെ നിൽക്കാൻ എന്നെ കിട്ടില്ല. പറയാനുള്ളത് ഞാൻ പറയും. അത് ആരെക്കുറിച്ചാണെങ്കിലും. എനിക്ക് ജാസ്മിൻ്റെ നിലപാടുകൾ ഇഷ്ടമല്ല, ജാസ്മിൻ്റെ ഗെയിം ഇഷ്ടമല്ല, അത് ഞാൻ പറയും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അൻസിബയുടെ ഗെയിം അവിടെ. അതാണ് മറ്റുള്ളവരിൽ നിന്ന് അൻസിബയെ വ്യത്യസ്തമാക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.